ശ്രീമതി സോണിയയിലേക്കാണ്. നേരത്തെ മാതൃഭൂമി ന്യൂസിൽ തന്നെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അത് അപ്പോൾ തിലകനോട് എന്താണ് മലയാള സിനിമയിലെ അധികാര കേന്ദ്രങ്ങൾ ചെയ്തത് എന്നുള്ളത് കേരളത്തിന് മനസ്സിലായതാണ്. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഒരു 1.5 പതിറ്റാണ്ട് മുമ്പ് സജീവമായി കേരള സമൂഹം അത് ചർച്ച ചെയ്തതാണ്. അതിനുമപ്പുറത്ത് വ്യക്തിപരമായി താങ്കൾക്ക് തന്നെ അതേ അധികാര കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന 15 പേർ എന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞ 15 പേരിൽ ഒരാളിൽ നിന്ന് താങ്കൾക്ക് തന്നെ ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് നമ്മുടെ ആലോചനയ്ക്കും അപ്പുറത്താണ്. അതേക്കുറിച്ചൊരു പരാതി കൊടുക്കാനോ അതല്ലെങ്കിൽ ആരാണ് അക്രമി എന്ന് നെയിം ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചൊരു പരാതി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് തന്നെ അത് ഒരു അവസാനിപ്പിക്കാൻ സാധിച്ചു. അതായത് അങ്ങനെ ഒരു നീക്കം ആ സൈഡിൽ നിന്ന് ആ സംസാരത്തിൻ്റെ ഒരു രീതി മാറിയപ്പോൾ തന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചു. അതിനുശേഷം അത് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അതിനുശേഷം ഒരിക്കൽ പോലും ഒരു മെസ്സേജ് കൊണ്ടുപോലും പിന്നെ ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഞാനത് വിട്ടുകളഞ്ഞു. അത് കേസ് അങ്ങനെ ആ രീതിയിലൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാനത് ഇപ്പോഴത് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള ഇതിന് പീഡനത്തിന് ഇരയായ വ്യക്തികൾക്ക് അവരോടൊപ്പം അതായത് ഇതിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകാവുന്ന അതായത് പുറത്തുള്ള എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി, അത് ഇത്രയും അവരുടെ ഒരു കൊളീഗായിരുന്ന അവരുടെ സ്നേഹിതനായിരുന്ന ഇവരെയൊക്കെ നേരത്തെ മുതലേ കുഞ്ഞുനാൾ മുതലേ അറിയാം. അതെ, ആ അങ്ങനെ ഒരു വ്യക്തി അതായത് മകളെ പോലെ വിളിച്ചിരുന്ന ആ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന അച്ഛന് കൊടുത്തിരുന്ന റെസ്പെക്റ്റ് അതേപോലെ കൊടുത്തിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും അച്ഛൻ്റെ മരണശേഷം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമല്ല, ഈ ഒരു ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടിന്റെ സ്ഥിരീകരണത്തിന്റെ ബലത്തിൽ. അപ്പോൾ അതിനപ്പുറത്തായിരിക്കും മലയാളത്തിലെ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ, അത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അഭിനേത്രികൾ മാത്രമല്ല, അവർ നേരിട്ടുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. ആ റിപ്പോർട്ട് ഒന്നില്ല കേരളം വായിച്ചതാണ്. ഞാൻ അതിലെ ഓരോ വാചകവും എടുത്ത് വീണ്ടും വീണ്ടും ഉദ്ധരിക്കുന്നില്ല. പക്ഷേ അങ്ങേയറ്റം ഭീതി ഉണ്ടാക്കുന്ന ഒരു തൊഴിലിടം എന്നുള്ള നിലയിൽ സിനിമ സ്ത്രീകൾക്ക് നൽകുന്നത് ഈ ഇൻസെക്യൂരിറ്റിയാണ് എന്ന ഒരു പരിതാപകരമായ അവസ്ഥയുണ്ടല്ലോ. അതിന് മാറ്റം വരേണ്ടതുണ്ട്. മുഖ്യമന്ത്രി എന്ന് വിശദീകരിക്കുന്നത് പരാതി ആരും നൽകിയിട്ടില്ല, ആരെങ്കിലും പരാതി കൊടുത്താൽ കേസെടുക്കും എന്നുള്ളതാണ്. ഈ വിഷയത്തെ അങ്ങനെ കണ്ടാൽ മതിയോ? മലയാള സിനിമയെ ഈ പറയുന്ന പുരുഷ ഗ്യാങ് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് വേറെന്തെങ്കിലും തെളിവ് ആവശ്യമുണ്ടോ? അതങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും പോരാ. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ഈ ഒരു സംഘടനയ്ക്കകത്ത് ഒരുപാട് വ്യക്തികൾ നേരിടുന്നുണ്ട്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. നമുക്ക് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഡിഗ്നിറ്റിയോടെ ഇതുപോലുള്ള സെക്ഷൽ ഹറാസ്മെന്റ് ഇല്ലാതെ വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഗവൺമെന്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. അപ്പോൾ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് വെറുതെ ഒരാളല്ല റിപ്പോർട്ട് കൊടുത്തത്, ഒരു റിനൗണ്ട് ജസ്റ്റിസ്. അവർ 1.5 വർഷം കൊണ്ട് എഴുതി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. അവർ തെളിവുകളില്ലാതെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കി പോക്സോ കേസിൽ ഒരു ഇരയുടെ മൊഴി പോലും മതി ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനെന്നിരിക്കെ ഇത്രയും വലിയൊരു റിപ്പോർട്ട് കൊടുത്ത ശേഷവും അതിലെ കുറച്ച് പേജുകൾ മാറിയിരിക്കുന്നതും അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കണ്ട എടുക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു വിഷമമുണ്ട്. ഇത്രയും അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.